എപ്പോഴും എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും എന്തെങ്കിലും സീക്രസി അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടാവും. ഇതിന്റെ പോസ്റ്ററുകൾ നോക്കിയാലും ടീസ് നോക്കിയാലും ഒരു എന്താ നമ്മൾ എല്ലാവരുടെ ലൈഫിലും ഫാമിലീസിലും ഉണ്ടാകുന്ന സീക്രട്സ് ഒരു ത്രില്ലർ മോഡിലാണ് ഫീൽ ചെയ്തത്. ശരിക്കും എന്താണ് സീക്രട്ട് ഹോം അങ്ങനെ ടൈറ്റിൽ കൊടുക്കുന്നത് കാരണം എന്താണ്? അതിന്റെ ടാഗ്ലൈൻ തന്നെ എവറി ഹോം ഹാസ് സീക്രട്സ് എന്നുള്ളതാണ്. അതായത് നമുക്ക് എല്ലാ വീടുകളിലും നമ്മൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത തരം സീക്രട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സിനിമ സംസാരിക്കുന്നത് ഒരു ക്രൈം, ഒരു വീട്ടിൽ നടക്കുന്ന ഒരു ക്രൈമും അതിനെ ബേസ് ചെയ്ത് ഉണ്ടാകുന്ന സംഭവവാസങ്ങളിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരം വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഈ സിനിമയ്ക്ക് പറ്റിയ പേര് സീക്രട്ട് ഹോം എന്ന് തന്നെയാണെന്ന് നമുക്ക് തോന്നുന്നത്. ഇതിന്റെ വൈബ് അനുകൂലം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇതിന്റെ ഒരു നെയിം ഇതാണ് നല്ലത് എന്നൊരു തോന്നലേക്ക്. ശരിക്കും ഇന്നത്തെ 4 കഥാപാത്രങ്ങൾക്ക് ഇവർ മാത്രമേ ഉള്ളൂ, അതോ മറ്റു കഥാപാത്രങ്ങളും ഉണ്ടോ? മറ്റു കഥാപാത്രങ്ങളുണ്ട്. ഇവർ 4 പേരുമാണ് ഇതിൽ ഈക്വൽ സ്പേസ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരുടെ കൂടുതൽ നിങ്ങളുടെ പോസ്റ്ററുകൾ കൂടുതൽ കാണുന്നു. ചന്ദ്രചേട്ട ശരിക്കും പറഞ്ഞാൽ 12th Man ഒക്കെ കണ്ടു നിൽക്കുന്ന സമയത്ത് ശരിക്കും ആ ഒരു സ്റ്റോറി ലൈനിൽ അങ്ങനെ ഒരു സ്റ്റോറി കീപ്പിംഗ് ഉണ്ടല്ലോ, ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന രീതി, അവരുടെ ലൈഫ് സ്റ്റൈല്. ശരിക്കും ഇത് കാണുമ്പോഴും അങ്ങനെ ഒരു സെയിം ഫീലിംഗ് കിട്ടുന്നുണ്ട്. ശരിക്കും അത് ഇതിന്റെ ഒരു കമ്പാരിസൺ വരുമെന്ന് പേടിയുണ്ടോ? ഇല്ല, അങ്ങനത്തെ പേടിയില്ല. കമ്പാരിസൺ വരാൻ സാധ്യതയില്ല. രണ്ട് ഡിഫറെന്റ് സ്റ്റോറി ലൈനാണ്. സ്റ്റോറി ക്യാരക്ടർ ആർക്കൊക്കെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ എന്റെ ജീവിതത്തിൽ ആ സിനിമയിൽ അനുവിന്റെ ഇൻവോൾവ്മെന്റ് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഫോർച്യൂനേറ്റ്ലി നമുക്ക് വീണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സിനിമയായിട്ടോ അതിന്റെ കഥാഗതിയുമായിട്ടോ ക്യാരക്ടേഴ്സുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അത് കൂടുതൽ മോശമാവുന്നതില്ല. ക്യാരക്ടേഴ്സ് ഓരോ സിനിമ ചെയ്യുമ്പോൾ ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന കഥാപാത്രം ഒരിക്കലും സാമ്യം തോന്നരുത്, അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ മറ്റേതിനായിട്ട് ഒരിക്കലും ലിങ്ക് ചെയ്യാൻ തോന്നരുത്. അങ്ങനെ ഒരു ഏതൊരു ആർട്ടിസ്റ്റ് അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഈ സിനിമയിൽ കഥാപാത്രത്തോളം ഡിഫറെന്റ് ആയിരുന്നു. ഇല്ല, എല്ലാ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ മേ ബി അപ്പിയറൻസ് വൈസ് നിങ്ങൾക്ക് കുറച്ചൊക്കെ സിമിലാരിറ്റി തോന്നി. കാരണം സെയിം ആൾ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് എന്ന രീതിക്ക് ഒരു കുട്ടി, അമ്മ, എൻ്റെ കുട്ടിൻ്റെ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അതുപോലൊക്കെ തന്നെ തോന്നിക്കാണ്. പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും. ഇതിലെ സരിക എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇത് ചെയ്തപ്പോഴും ശരി, മറ്റേതിലെ മാനറിസംസ് ഒന്നും വരാണ്ടിരിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവര് പറയുന്ന ഡയറക്ടറും അതുപോലെ നമ്മുടെ റൈറ്ററൊക്കെ പറയുന്ന അവർ ഇൻപുട്സ് തരുമല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് സരികയ്ക്ക് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. ഉറപ്പായിട്ടും എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ. എപ്പോഴും മോട്ടിവേഷൻ തരുന്ന ഒരാള്, നല്ലൊരു ഭാര്യ, മറ്റേ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എപ്പോഴും ചെയ്യുന്നത്. അതിൽ നിന്ന് ഇത് നോക്കുമ്പോൾ ഉറപ്പായിട്ടും വളരെ ഡിഫറെന്റ് ആയിരിക്കും. പടം കണ്ടുകഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും ഇത്രയും ഡിഫറൻസ് വേണമെന്നൊന്നും പറയും നിങ്ങൾ തന്നെ. ഒരുപാട് നമ്മൾ ത്രില്ലർ സീരീസ് ഓരോന്ന് ചെയ്യുന്ന സമയത്ത് അത്രത്തോളം പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളൊരു എലമെന്റ് ഉണ്ട്. കാരണം പണ്ടത്തെ പോലെയല്ല, ഓരോ സിനിമ കാണുന്നത് ഒരു ആ സിനിമയിലെ സീനില്ല, ഇതേപോലെ കമ്പാരിസൺസ് ഒക്കെ വരാറില്ല. ഇങ്ങനൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം അത് കേരളമായിരുന്നു. ഈ സിനിമയുടെ കഥ ഞാനും അനിലും നേരത്തെ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുന്ന വിഷയമാണ്. പക്ഷെ അത് ഏത് സമയത്ത് ചെയ്യണം എന്ന കാര്യത്തിൽ മാത്രം നമുക്കൊരു ഉറപ്പില്ലായിരുന്നുള്ളൂ. കാരണം ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഇത്തരമൊരു സിനിമ ഏത് തരത്തിൽ പ്രേക്ഷകർ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഡൗട്ടുള്ള സമയത്താണ് വേറൊരു സ്ഥലത്ത് പറഞ്ഞിരുന്നത്. റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്ക ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ആക്സെപ്റ്റൻസ് ആയിട്ട് തോന്നി. ഓക്കെ, മമ്മൂക്ക പോലും ഇത്ര കൂളായിട്ട് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്യുന്നു. അപ്പോൾ അതൊരു വലിയൊരു എക്സാമ്പിളാണ്. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് തോന്നി ഓക്കെ, നമുക്കും ഇത് ചെയ്യേണ്ട സമയമായി എന്ന രീതിയിലാണ് അത് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ സിനിമയുടെ കഥ വേറെ ഒരു സിനിമയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും വിഷ്വൽ ഇതുമായിട്ടൊരു സാമ്യം ഇല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇന്നൊരു ഒരു കോൺടെസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോൺഫിഡൻസിലാണ് അത് നമ്മൾ സംസാരിക്കുന്നത്. കുറച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം അനിലിനോട്. നമസ്കാരം, ഞാൻ സിനിമയുടെ റൈറ്ററാണ്, അനിൽ പേര്. ഇതൊരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓപ്പൺ മൈൻഡോടുകൂടി കാണേണ്ട ഒരു ചെറിയ സിനിമയാണ്. ചിലപ്പം കണ്ടു കഴിഞ്ഞ് കുറച്ച് നേരം നിങ്ങൾക്കത് ഹോണ്ടിങ് ആയിട്ട് തോന്നാം. കഥ എന്താണ് വിഷയം, ഈ സിനിമയുടെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മലയാളി കുടുംബങ്ങൾ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് അതിവേഗം അതിലെ ബന്ധങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ടി വിയും സോഷ്യൽ മീഡിയ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും അല്ലെ എല്ലാ മാസവും നമുക്ക് ഓരോ സംഭവങ്ങൾ കാണാം. അത് ഓരോ വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചിലപ്പം ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടാവും, ഇതൊന്നും എൻ്റെ വീട്ടിൽ നടക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനോടൊരു ഓവർ കോൺഫിഡൻസോ അല്ലെങ്കിൽ നമ്മുടെ തിരക്കിൽ നമ്മളത് വിസ്മരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. അവിടേക്കാണ് ഈ സിനിമ നമ്മുടെ ചിന്തകളെ നയിക്കുന്നത്. അപ്പോൾ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ പ്രമേയവും ഈ സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആൾക്കാരോട് പറയുക. അപ്പോൾ അതൊരു പ്രോത്സാഹനമായിരിക്കും. താങ്ക് യു. ഡയറക്ടറോടാണ്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റോറീസ് കാണുന്നുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ആയിട്ട്. അപ്പം ഈ സിനിമ ഒരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇങ്ങനൊരു സ്റ്റോറി സിനിമയായിട്ട് വരുമ്പോൾ എത്രത്തോളം റിസ്ക് ഫാക്ടേഴ്സ് അതിനകത്തുണ്ടാകും? റിസ്ക് ഫാക്ടർ ഇൻ ദ സെൻസ് ആ സ്റ്റോറി എടുത്തതിലാണ്. ആ സ്റ്റോറി ഞങ്ങൾക്ക് അങ്ങനെ റിസ്ക് ഒന്നും തോന്നിയിട്ടില്ല. കാരണം അത് പറയപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നിയിട്ട് തന്നെയാണ് നമ്മൾ ആ സിനിമയുടെ ഈ സബ്ജക്റ്റ് എടുത്തത്. പിന്നെ മാത്രമല്ല, ഇങ്ങനൊരു സബ്ജക്റ്റ് നമ്മുടെ സിനിമകളിൽ, ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടില്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് പുതിയൊരു കഥയായിരിക്കും, ആളുകൾ പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചതുകൊണ്ടാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആ ഒരേ അഭിപ്രായമുള്ളതുകൊണ്ട് ഇങ്ങനെ സിനിമ സംഭവിച്ചത്. പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ നമ്മുടെ സന്തോഷ് തിരുവട്ടമെന്നാണ് നമ്മുടെ പ്രൊഡ്യൂസർ. മുമ്പത്തെ ഞങ്ങളുടെ പ്രിയനോട്ടത്തിലാണ് കുഞ്ഞുമണി സ്വത്തിലുള്ള സിനിമയിൽ അദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു സബ്ജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസറെ കിട്ടുക ഒരു ടഫായിരുന്നു. കാരണം നമ്മളൊരു ഭയങ്കര പ്ലസന്റ് മാസ് അങ്ങനത്തെ സിനിമകളൊന്നും അല്ല, വേറെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് അദ്ദേഹം ഇതിൽ വിശ്വസിച്ചു, ഈ സിനിമയിൽ വിശ്വസിച്ചു. ഈ പറയപ്പെടേണ്ട വിഷയമാണെന്ന കാര്യത്തിൽ അതിൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ്, അതാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. അപ്പോൾ ഇത് സിമിലർ നെയിംസ് നമുക്കിപ്പോൾ ഈ സീക്രട്ട് ഹോം ഫെമിലർ ആണല്ലോ. ഇപ്പോൾ പല ഭാഷകളിൽ പലതരത്തിലൊക്കെ നെയിം പറയപ്പെടുന്നുണ്ടാവും. പക്ഷേ അതുകൊണ്ടായിരിക്കും സെർച്ച് ചെയ്യുമ്പോൾ സിമിലർ നെയിംസ് വരുന്നത്. അപ്പോൾ ഈ സിനിമയായിട്ട് അതിനൊന്നും ബന്ധമുണ്ടാവില്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ സിനിമ കണ്ടിട്ട് ആണ് അത് പറയുന്നത്. ഇപ്പോൾ മറ്റന്നാൾ സിനിമ തിയേറ്ററിലെത്തും, പേര് തന്നെ സീക്രട്ട് ഹോം എന്ന് തന്നെയാണ്. ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സീക്രട്സ് ഉണ്ടോ? കഥാപരമായിട്ടുള്ള സീക്രട്ട് ആണോ ഉദ്ദേശിച്ചത്? സീക്രട്ട് ഹോമിൽ പ്രേക്ഷകർക്ക് എന്താണ് നിങ്ങൾ നൽകാൻ പോകുന്നത്? ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ ഒരാഴ്ചയായിട്ടൊക്കെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോസ്റ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. സീക്രട്ട് ഇസ് ലൈക്ക് ഇവരാരും ബേസിക്കലി നല്ലവരല്ലേ സിനിമയ്ക്ക്. ഇവരാരും നന്മയുടെ ഷെയ്ഡൊന്നും ഫീൽ ചെയ്യില്ലാത്ത ആൾക്കാരാണ്. അത് പിന്നെ എനിക്കറിയില്ല അതൊരു സീക്രട്ട് ഇനഫ് ആണോ എന്നുള്ള. അത് വിഗ്രഹങ്ങളൊക്കെ വീണുടയും അങ്ങനത്തെ സംഭവം ശരിക്കും അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് ഇവരെയാണ്. ഈ സിനിമയിൽ ഇവർ മാത്രമല്ല വേറെ കഥാപാത്രങ്ങൾ ചെയ്യുന്നവര്. നമ്മളിപ്പോൾ ചന്തു പറയുകയാണെങ്കിൽ നമ്മൾ ചന്തുവിനോട് ഇത് ചെയ്യുമോ, അപ്പോൾ ചന്തു വിചാരിച്ചിട്ട് അങ്ങനെ ചോദിക്കുന്നത്. അപ്പം ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നമാണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ അവസാനത്തെ ആ ഫ്രെയിമിലെങ്കിലും ഞാൻ കുറച്ച് നല്ലതാവോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നുള്ള മേ ബി അതൊരു സീക്രട്ട് അത് കൊടുക്കുന്ന പോലെ നമുക്ക് വിടാം. സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആരാണ് നല്ലത്, അത് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഈ ഓരോ ആരാണ് ഇതിൽ തമ്മിൽ നല്ലത്, ഏതെങ്കിലും ഇതിൽ ചെറിയ അളവിലെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യമൊക്കെ വരാമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഓരോ കഥാപാത്രങ്ങളെ തിരിച്ചറിയുന്ന അങ്ങനെയായിരിക്കാം. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ എഴുതുമ്പോഴേക്കും ഇങ്ങനെയായിരിക്കും അല്ല, ഫീനിക്സ് എന്നുള്ള സിനിമ എനിക്ക് ലാസ്റ്റ് എന്നെ ഐഡന്റിഫൈ ചെയ്തൊരു നല്ലൊരു ശതമാനം ഓഡിയൻസ് ഐഡന്റിഫൈ ചെയ്ത സിനിമ. ആ ക്യാരക്ടറോട് ഒരു ബന്ധവും സിനിമയുടെ കഥാപാത്രത്തിന്റെ പ്രായം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ രീതികൾ കൊണ്ടോ ചേഷ്ടകൾ കൊണ്ടോ ഇല്ല. മാക്സിമം അതിനകത്ത് വേരിയേഷൻ ഉണ്ടാക്കാട്ട് രണ്ട് സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഫീനിക്സ് പോലെ സിനിമ കഴിഞ്ഞ ഇങ്ങനൊരു സിനിമ ക്യാരക്ടർ ഭയങ്കര ചേഞ്ചാണ്. അപ്പം എന്നെ ഐഡന്റിഫൈ പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോശമായിട്ടൊക്കെ ഇത്രയും മോശമായിട്ടൊക്കെ പറ്റുമോ അങ്ങനെ വല്ലതും അങ്ങനെ
അങ്ങനെ ഒരു പെർഫോമൻസ് ബേസ് തന്നെ മോശമൊന്നുമല്ലല്ലോ, ആ ക്യാരക്ടർ മോശമൊന്നുമില്ലല്ലോ. അങ്ങനെ മോശക്കാരനാണെന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്, അത്രയും വൃത്തികെട്ടവനാണെന്ന് ഫീൽ ചെയ്താൽ ഞാൻ രക്ഷപ്പെട്ടു, ഓരോരുത്തരും രക്ഷപ്പെട്ടു, അവരവരെ ഫീൽ ചെയ്യിപ്പിച്ചാൽ. പിന്നെ ചേട്ടൻ പറഞ്ഞ ഇതിൽ ആരാ കൂടുതൽ മോശം, അത് വെരി റിലേറ്റീവ്. അതാണ് നേരത്തെ അല്ലേട്ടൻ പറഞ്ഞ പോലെ നമ്മളെ മീഡിയയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ചിലപ്പോൾ റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, അങ്ങനെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയ, ഒരു ചെറിയ ഏരിയയാണ് ഇവര് കേരളത്തിൽ നടന്ന ഇൻസിഡന്റുമായി കണക്ട് ചെയ്തിട്ട് ഒരു ഫിക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ എനിക്ക് പറയാം. ഒരു കോൺട്രവേഴ്സി സാധ്യതയില്ല. കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന സിനിമ അല്ല, അല്ല കാര്യത്തില്ലേ കോൺട്രവേഴ്സി യു എക്സ്പെക്ട് കോൺട്രവേഴ്സീസ് ഒന്നുമില്ല. പക്ഷേ പറയുന്ന പോലെ ശരി ഒരു സാധനം വരും. ചോദ്യം പേപ്പർ നല്ലൊരു ആക്ട്രസാണ്, ഒരുപാട് സിനിമ ചെയ്യുന്നത്. പക്ഷെ ശരിക്കും ടാലന്റ് യൂസ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ മലയാള സിനിമ ഉപയോഗിക്കുന്നില്ല. അത് ആക്ച്വലി എന്നോടല്ല, ഇവിടുത്തെ ഡയറക്ടേഴ്സിന്റെ അടുത്ത് വേണ്ടി ചോദിക്കാനായിട്ട്. ഫീലിംഗ് തോന്നിയിട്ടുണ്ടോ അല്ല, ആഗ്രഹിക്കുന്ന പോലെ അല്ല, കിട്ടുന്ന കഥാപാത്രങ്ങൾ എങ്ങനെ നന്നായിട്ട് ചെയ്യാമെന്ന് നമ്മൾ നോക്കുന്നത്. കാരണം അതല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒന്നല്ലെങ്കിൽ ഞാൻ ഡയറക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് എന്താണോ കിട്ടുന്നത് 100% കൊടുത്തിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഇപ്പൊ നമ്മൾ നോക്കുന്നുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ തമിഴിൽ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചുകൂടെ ആസ് എൻ ആക്ടർ നമ്മൾ എല്ലാ ഡയമെൻഷനിലും ചെയ്യണം എന്നാണല്ലോ വിചാരിക്കുന്നത്. തമിഴിലാണ് കുറച്ചുകൂടെ എനിക്കൊരു പേഴ്സണലി ഒരു എക്സ്പെരിമെന്റേഷനുള്ള സ്കോപ്പ് തമിഴിലാണെന്നത് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നന്മമാരും എന്നൊക്കെയുള്ള ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ലവർ, അല്ലെങ്കിൽ ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഭാര്യ, അങ്ങനെ ഒരു പോസിറ്റീവ് ഫീലാണ് മേ ബി പടം വരുമ്പോഴത്തേക്ക് അത് മാറുമായിരിക്കും. ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ തന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക ആഗ്രഹിക്കുന്ന ഒരു ഫിലിമിലോട്ട് കയറാം, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ചെയ്യുക, അങ്ങനെ ഒരു വേണമെങ്കിൽ വെച്ചാൽ കയറാം. പക്ഷേ സ്വന്തമായിട്ട് വെച്ചാൽ ഇങ്ങനൊരു ഐഡന്റിറ്റി ഉണ്ടാക്കണം, അങ്ങനെ ശ്രമിക്കുന്ന ഒരു ആക്ടർ ഫീൽ ചെയ്യാം. ശരിക്കും വേണം ഇങ്ങനത്തെ ഒരു ഫിലിം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂവിയിൽ കൂടെ വർക്ക് ചെയ്യണം, അങ്ങനെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതെങ്കിലും സിനിമ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്? എങ്ങനെ അതായത് ഇന്ന മൂവിയിലൂടെ വർക്ക് ചെയ്യണം വേണമെന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് വെച്ചാൽ അല്ല, അത് ഈ പറയുന്ന പോലെ ഒരു സിനിമ ഫാമിലി എന്ന് വന്നതുകൊണ്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും. അതൊക്കെ വളരെ തെറ്റായ ധാരണയാണ്. കാരണം അത് ചിലപ്പം ഒരു സിനിമ ആദ്യത്തെ ഒരു സിനിമയിലേക്ക് ഒരു അവസരത്തിന് അത് ഉപയോഗപ്പെടും എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സിനിമ ഫാമിലി വന്നുകൊണ്ട് വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു പറയുന്നത് വളരെ തെറ്റായ ധാരണയാണ്. അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം വെച്ചാൽ അങ്ങനെ പലരും ഈ പറഞ്ഞ പോലെ അവന് ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്, പിന്നെ വിചാരിച്ചിട്ട് നടക്കുന്നു. സൊസൈറ്റി അങ്ങനെ പലപ്പോഴും ചിന്തിക്കാൻ പറയുകയും ചെയ്യാം. അവർ പറയുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ എത്രയോ സിനിമകളോട് ചെയ്ത് കഴിയണമായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോഴും ഞാൻ ആ സ്ട്രഗിൾ സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അത് സത്യമാണെന്ന് എപ്പോഴാണ് അവർ പറയുന്നത് പോലെ എൻ്റെ കരിയർ വൈസ് നടക്കുമ്പോഴല്ലേ ഞാനിങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ, അവന് പറയുന്നത് എന്തെങ്കിലും ഒരു അർത്ഥം മനസ്സിലോ. ഇപ്പം അതങ്ങനെയല്ല. ഞാൻ ഇപ്പം ഏകദേശം 2012 ആദ്യത്തെ സിനിമ വേണ്ടിയിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ഇടയ്ക്ക് കുറേ നാൾ ഗ്യാപ്പ് വന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ ഒരു സ്ട്രഗിൾ സ്റ്റേജ് തന്നെയാണ്. നമ്മളൊരു നല്ല കഥാപാത്രത്തിന് നല്ല വർക്കിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ നല്ല നല്ല സിനിമകൾ സംഭവിക്കും. അതങ്ങനെ തന്നെയാണ്. അത് ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ടൊന്നുമല്ല. പലപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. കാരണം ഇത് പുറമേ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഇന്നയാളുടെ മോനാണ്, ഇന്നയാളുടെ തെറ്റാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ നടക്കും. പക്ഷേ അങ്ങനെ ഒരുപാട് ടോക്കുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരാറുണ്ട്. ടോക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരെ നോക്കിയാൽ പോലെ അവര് എല്ലാവരും സിനിമ കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് അവിടെ നിലനിൽക്കുന്നതും വലിയ സ്റ്റാർട്ടപ്പിൽ നിൽക്കുന്നതൊന്നും അല്ലല്ലോ. എത്രയോ ആൾക്കാർ കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അവർ സ്ട്രഗിൾ തന്നെ കയറി വന്നിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ അത് മാത്രം സംഭവിക്കണം അല്ലേ. സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ സിനിമ ഫാമിലി എന്നുള്ള ആൾക്കാർ മാത്രം സിനിമയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അസംഭവിക്കണം. അത് ഇതിലെ കഥാപാത്രം ഈ പറയുന്ന ഒരു ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അജീഷ് എന്ന് പറയുന്ന ഒരു IT പ്രൊഫഷണലാണ്. ഞങ്ങൾ വയ്ക്കുന്ന ആൾക്കാരാണ്. ഈ പറയുന്നത് ഒരു വീട്ടിൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് കണക്ട് ആവുന്ന ക്യാരക്ടേഴ്സാണ് ചന്ദ് ചെയ്യുന്നതും ശിവദ ഞാൻ അപ്പോയിന്റ് ചെയ്ത ക്യാരക്ടർ. വേറെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ക്യാരക്ടറിനെ പറ്റി അത്രേ പറയാൻ പറ്റുള്ളൂ.
അപ്പോൾ ആടുജീവിതം അടുത്ത ദിവസം റിലീസ് ആകാൻ പോവാണ്. അതിൽ അമ്മ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ആടുജീവിതം എന്ന സിനിമ കാണാൻ എത്രത്തോളം എക്സൈറ്റഡ് ആണ്? ഞങ്ങൾ ഇന്നലെ വീട്ടിൽ സംസാരിച്ചുള്ളൂ, ഞാനും നീ തമ്മിലെ കോമ്പറ്റീഷൻ. അപ്പൊ അത് ഒരാഴ്ച ഗ്യാപ്പിൽ വരുന്ന സിനിമയാണ് ആടുജീവിതം. എക്സ്പെക്ടേഷൻ ഭയങ്കര, കാരണം നമ്മൾ നോവൽ വായിച്ച് അതേപോലെ ഹീൽ ചെയ്ത ഒരു നോവലായിരുന്നു ആടുജീവിതം. അത് എത്രയോ വർഷം, 10 വർഷം മുന്നേയൊക്കെ വായിച്ചതാണ്. അപ്പം അത്രയും നാളെടുത്ത് ഒരു ഡയറക്ടർ ഒരു 16 വർഷം സമയം കളഞ്ഞ് എത്രയോ വർഷം കൊണ്ട് ഷൂട്ട് ചെയ്തെടുക്കുന്ന ഒരു സിനിമ കാണാൻ എന്തായാലും നമ്മൾ എക്സൈറ്റഡ് ആണ്. അത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് തന്നെ. എപ്പോഴും അമ്മ ക്യാരക്ടറിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുമായി ആടുജീവിതവുമായി ബന്ധപ്പെട്ടിട്ട്? ഇല്ല, അതിൽ രാജുവിന്റെ അമ്മയുടെ ക്യാരക്ടറാണ്, ഉമ്മയുടെ ക്യാരക്ടറാണ് അമ്മ ചെയ്യുന്നത്. അത് നോവൽ വായിച്ച ആൾക്കാർക്ക് അറിയാം. ആ ഒരു ഗൾഫിലേക്കുള്ള യാത്രയ്ക്ക് മുന്നേ ഉള്ള കുറച്ച് സീക്വൻസുകളായിരിക്കും സിനിമയിൽ. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഫെബ്രുവരി എടുത്തു കഴിഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് അതേപോലെ ഇഷ്ടംപോലെ അടിപൊളി ഫിലിംസാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സീക്രട്ട് ഹോം എന്ന് പറഞ്ഞ ഫിലിം എത്രത്തോളം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും, അല്ലെങ്കിൽ എന്ത് കോൺഫിഡൻസ് വെച്ചാണ് ഈ ഒരു സിനിമ മുന്നോട്ട് വയ്ക്കാൻ പോകുമെന്ന് ചോദിച്ചത് എന്തായിരിക്കും ആൻസർ? അത് എവിടെയെങ്കിലുമൊക്കെ ധൈര്യം കാണിക്കണമല്ലോ. ആ ധൈര്യം കാണിക്കാൻ തുടങ്ങിയാലാണല്ലോ അതിന്റെ ലക്കം കൂടി വരുള്ളൂ. ഇപ്പോ സിനിമകൾ പലതും സൂപ്പർ ഹിറ്റ് ആവാൻ ചെയ്യുന്നതല്ല, അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുന്നു, അത് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ആണ്, നന്നായി വന്നിട്ടുണ്ട്, അത് വ്യത്യസ്തമാണ് നമ്മൾ സ്ഥിരം പറയപ്പെടുന്ന രീതികളിൽ നിന്ന്. അപ്പോൾ പ്രേക്ഷകർ എന്ത് ഒരു കോൺഫിഡൻസിൽ നമ്മളത് വന്ന് കാണണം എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രത്തോളം വ്യത്യസ്തമായിരിക്കും സീക്രട്ട് ഹോം എന്നാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ടപ്പ് ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ജോണറിനെ പറ്റിയും പിന്നെ ഈ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നൊന്ന് ഷെയർ ചെയ്യാം. ആക്ച്വലി നമ്മൾ പറഞ്ഞ പോലെ ഇത് ഒരു ഇൻസിഡന്റ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ 1-2 ഇൻസിഡന്റ് നടന്നപ്പോൾ നമ്മളിത് നോട്ടീസ് ചെയ്തു. എങ്ങനെയാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഫാമിലികളിലത്തെ ഇക്വേഷൻ മാറുവാണ്. നമ്മൾ മേ ബി അത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ടി വിയിൽ ഇത് കാണുന്നുണ്ട്, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ മേ ബി നമ്മുടെ വീട്ടിലൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ചിന്ത. അപ്പോൾ അത് നോട്ടീസ് ചെയ്തപ്പോൾ നമ്മൾ രണ്ടുപേരും അത് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ്. പക്ഷെ അഭയ് നേരത്തെ പറഞ്ഞാൽ നമുക്ക് ധൈര്യമില്ല, ലൈക്ക് ഇതൊക്കെ ചെയ്ത ആൾക്കാർ ലൈക്ക് ആക്സെപ്റ്റ് ചെയ്യുമോ? ബിക്കോസ് ടൈം ആൾക്കാർ നമ്മളോട് സഞ്ചരിക്കണം, ആ നറേറ്റീവിൻ്റെ കൂടെ ആ കാലം അതിനനുസരിച്ച് പ്രോഗ്രസ് ചെയ്യണം. പിന്നെ ഇതിപ്പോൾ ഈ മുമ്പോട്ട് പോകുന്നതോറും എപ്പോഴും സംഭവിക്കുന്ന ഇൻസിഡൻസ് ആയി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ധൈര്യം വരിക. നമ്മുടെ ഉള്ളിൽ നിന്ന് അത് കോൾ ചെയ്യുവാണ്, ഈ കഥ പറയപ്പെടേണ്ടതാണ് എന്നങ്ങനെ കോൾ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിലൊരു ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നു. ഒരു 4 years ഒരു 5 years ആയിട്ട് നമ്മുടെ മനസ്സിൽ ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നു. നമ്മളൊരു ലാസ്റ്റ് 2 to 3 years നമ്മളത് എഴുതാൻ തുടങ്ങി. അപ്പോൾ ആ 3 years ആണ് നമുക്ക് പറയാം റൈറ്റിംഗ്. പക്ഷെ നേരത്തെ മുതൽ ഇത് നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. പിന്നെ നമ്മുടെ സുഹൃത്തായ DYSP പുള്ളി വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് ചെന്ന് പറയുമ്പോൾ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു തരും, ഇങ്ങനത്തെ വേറെ 3-4 ഇൻസിഡൻറ്റ് പുള്ളി പറഞ്ഞു തരും, ലൈക്ക് ഇത് ഇങ്ങനെ. അപ്പം നമ്മൾ അതിൽ നിന്നും ഇൻപുട്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൈറ്റിംഗ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എക്സ്പെക്ടേഷനുള്ള ഒരുപാട് മലയാളികൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. ഇപ്പൊ ഈ മാർച്ച് 22 ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരാഴ്ചയായിട്ട് ആടുജീവിതം. അപ്പോൾ ഇതിന്റെ തിയേറ്ററിന്റെ ലിസ്റ്റുകളൊക്കെ എങ്ങനെയാണ്? എത്രത്തോളം തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ട്? ഇപ്പോൾ തിയേറ്റർ കിട്ടിയിരിക്കുന്നത് 60ഓളം തിയേറ്ററുകളാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സിനിമ ആദ്യത്തെ 2-3 ദിവസങ്ങളിലാണല്ലോ ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവും. ആ തീരുമാനത്തിൻ്റെ ഭാഗമാണ് നിങ്ങളും. അപ്പോൾ ഇത് എത്ര ദിവസം ഓടണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരാണ്. അപ്പോൾ അത് ആദ്യം ഞങ്ങളുടെ ചലഞ്ച് ഇത് പ്രേക്ഷകരിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഒരു തിയേറ്ററിൽ ഡീസൻ്റായിട്ട് റിലീസ് ചെയ്ത് കുറച്ച് സെൻറ്റേഴ്സെങ്കിലും ഈ സിനിമ വരികയും അവിടെ കുറച്ച് ആളുകളെങ്കിലും കാണാൻ വരികയും ചെയ്യുന്ന ഒരു പ്രതീക്ഷയിലാണ്. ആ വരുന്ന ആളുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ സിനിമയുടെ കണ്ടന്റിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ മറ്റുള്ളവർക്ക് എങ്ങനെ എത്തിക്കുന്നു, ഇതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ആടുജീവിതം പോലെ ഒരു ഗംഭീര സിനിമ വരുമ്പോൾ നമുക്കും വളരെ സന്തോഷമുണ്ട്, കാണാൻ ആഗ്രഹമൊക്കെയുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് എങ്കിലും ഈ സിനിമയ്ക്ക് കിട്ടുമായിരിക്കും. നിങ്ങളെല്ലാം നല്ലത് പറയുവാണെങ്കിൽ ഈ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ അവിടെ വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നില്ലല്ലോ. എല്ലാവരും എല്ലാ സ്ക്രീൻസും അങ്ങ് ആടുജീവിതം എടുത്തുകൊണ്ട് പോകും എന്നുമില്ല. ഇതിനൊരു കൊള്ളാമെങ്കിൽ ഇതിനൊരു സ്പേസ് അവിടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കാം. ഓൾറെഡി പറയുന്നുണ്ട് ഇത് കുറച്ച് ക്രൂവലായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. കുറച്ച്
കുറച്ച് മോശം നന്മ കുറഞ്ഞ ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ചില സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്ര ഏജിനുള്ള മുമ്പുള്ള അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഓഡിയൻസിനാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ സിനിമ ഏതൊക്കെ ഏജിലുള്ള ഓഡിയൻസിനെയാണ് പ്രതീക്ഷിക്കുന്നത്? ആക്ച്വലി ആ ചുമ്മാ കറക്റ്റ് ചെയ്യണം, ക്രൂവൽ അങ്ങനല്ല. അവരൊക്കെ മനുഷ്യ സഹജമായ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. ഓവർ അവരെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഉള്ളിൽ രണ്ട് സൈഡും ഉണ്ടല്ലോ, നല്ലതും അഴുക്കുണ്ട്. അവർ ചില സിറ്റുവേഷൻ വരുമ്പോൾ അതെല്ലാം പുറത്തേക്ക് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ചോദ്യം ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 45-40 ഇയേഴ്സിന് താഴെയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അതിൻ്റെ മുകളിലുള്ളവർക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്കറിയില്ല എത്രത്തോളം പറ്റും. ഒരു എനിക്കറിയാം പറയാമെന്ന് അറിയില്ല. നമ്മളൊരു പ്രിവ്യൂ കാണിച്ചപ്പോൾ കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരാൾ ഏജ് വൈസ് ഞാൻ പറയണം. അത് ചോദിച്ചാൽ ഓക്കെ ഇതെല്ലാം ടെക്നിക്കലി എല്ലാം നല്ലത്, പക്ഷെ ഇങ്ങനെയൊക്കെ ഇത് കാണിക്കാമോ എന്ന്. അപ്പോൾ നമുക്കറിയാം നമ്മള് സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും അങ്ങനെയല്ല നടക്കുന്നുണ്ട്, നമുക്കറിയാം. പക്ഷെ നമുക്ക് പറയാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതായിട്ട് അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. ഈ സിനിമ ഹാൻഡിൽ ചെയ്യുന്നൊരു വിഷയം അതാണ്. ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ കഥയുമായി ഞങ്ങൾ ചില ആർട്ടിസ്റ്റുകളെ സമീപിച്ചപ്പോൾ, അവർ സംസാരിച്ചപ്പോൾ അവർ ഇങ്ങോട്ട് സിനിമ ഇൻസിഡന്റ് ഞങ്ങളോട് പറഞ്ഞു തരികയില്ല പലരും. അപ്പൊ അത് ഞങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് തരിക. അത് വൺ ഓഫ് ഇൻസിഡന്റ് അല്ല, ദീസ് ഓൾ ആർ ഹാപ്പനിങ് അറൗണ്ട്. അല്ലേ, ഞാൻ കുറെ നേരം ചോദിക്കാൻ വിചാരിച്ചതാ. ഷൂട്ട് കഴിയും ശേഷവും അല്ലല്ലേ ഈ ക്ലൈമാക്സ് അല്ലെ, പടത്തിന്റെ ക്ലൈമാക്സ് പരിപാടി ആ പരിപാടി അത് ഫിക്ഷനിലാണോ ശരിക്കും അങ്ങനെ സംഭവം? അങ്ങനത്തെ സിമിലർ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? അതിനോട് സാമ്യമുള്ള ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അല്ല, അത് എക്സാക്ട്ലി അവിടെ നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ ആ സിനിമയിൽ എക്സാക്ട്ലി ഒരു സീനിൽ ഷൂട്ട് ചെയ്ത് വെച്ചാൽ അതേപോലെ സംഭവിച്ചിട്ടില്ല എന്നൊന്നും അറിയില്ല. നമുക്കിപ്പോ എല്ലാം അറിയില്ല. പക്ഷെ അപ്രോക്സിമേറ്റ്ലി ഇതിലും കടന്ന ലെവലുണ്ടായിരുന്നു. മറ്റാർട്ടിസ്റ്റോട് ചോദിച്ചപ്പം ഇത് സിമിലർ ആയ ഇൻസിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോട് ഇത് ചോദിച്ചപ്പോൾ അവരിത് അക്സെപ്റ്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു എന്ന് പറയും. ഇവരിലേക്ക് എങ്ങനെയാണ്? അല്ല, അങ്ങനത്തെ ഞാൻ ഈ മെയിൻ ആർട്ടിസ്റ്റുകളല്ലായിരുന്നു അത് ഇതിലല്ലാതെയും ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് അവരുടെ സംഭവം പുറത്ത് വരുന്നു. അത് പുള്ളിയെ ചോദിച്ചുകൊണ്ട് പറയാണ്. ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അത് അവരുടെ ഒരു ഒപ്പീനിയൻ ആയിരുന്നു വെച്ചാൽ അവര് ബിലീവ് ചെയ്യുന്ന പൊളിറ്റിക്സ് അല്ല, അവരുടെ പൊളിറ്റിക്കൽ കറക്റ്റ് ലൈക്ക് അങ്ങനെയല്ല ഇത്, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഇവരോടൊക്കെ ചോദിക്കുന്നില്ല നിങ്ങൾ ചെയ്യുമോന്ന്. അപ്പൊ പറഞ്ഞില്ല, ചിലത് ഇവരെല്ലാം പറഞ്ഞാൽ ചെയ്യുന്നത് എന്താണെന്നാണ് അവർ പറഞ്ഞത്.